ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും എസ് കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ മാവാഷിഗിരി എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. ഇനി നമുക്ക് മൂവ് ചെയ്ത് എങ്ങനെ മാവാഷിഗിരി ചെയ്യാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ഫോർവേഡ് സ്റ്റാൻസിലേക്ക് നമ്മൾ നിൽക്കുക. എന്നിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നേരത്ത് നിൽക്കുന്ന പോലെ ഒരു ഫൈറ്റിംഗ് സ്റ്റാൻസ് ഉണ്ട്. ആ ഫൈറ്റിംഗ് സ്റ്റാൻസിലേക്ക് നിൽക്കുക, ബാക്കിലെ കാലെടുക്കുക, മാവാഷിഗിരി റൗണ്ട് ഹോസ് കിക്ക് അത് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് തന്നെ വെക്കണം. കിക്ക് ചെയ്യുക, ചെയ്ത് ഫ്രണ്ടിലേക്ക് നിൽക്കാനായിട്ട് നോക്കുക. അടിയെടുത്ത കാല് ട്വിസ്റ്റ് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. ഇതേപോലെ നിൽക്കുക, എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് ചരിഞ്ഞടിച്ച് ഫ്രണ്ടിലേക്ക് നിൽക്കുക. കിക്ക് ചെയ്തിട്ട് തിരിച്ച് വലിക്കാൻ കൂടെ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ഫ്രണ്ടിലേക്ക് നിൽക്കാൻ നേരത്ത് നമ്മുടെ ഫോർവേഡ് സ്റ്റാൻസ് വിട്ടു പോകരുത്. കാല് നേരെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വീഴാനൊരു ടെൻഡൻസി വരും. അങ്ങനെ വീഴാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഫോർവേഡ് സ്റ്റാൻസിലേക്ക് നിൽക്കാനായിട്ട് നോക്കുക. മാവാഷിഗിരി എപ്പോഴും അപ്പർ ലെവൽ ചെയ്യുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ മിഡിൽ ലെവലും താഴെയൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ഒരാളെ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യാൻ നേരത്ത് അവരുടെ ഫേസിന് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം. ഇതാണ് മാവാഷിഗിരിയുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.